അങ്കണവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കാമെന്ന ധനമന്ത്രിയുടെ ഉറപ്പ് പാഴായി. മിനിമം വേതനം 21,000 രൂപയാക്കുക, ഉത്സവബത്ത വർദ്ധിപ്പിക്കുക, ESI ആനുകൂല്യം നടപ്പാക്കുക എന്നീ ആവശ്യങ്ങളും നടപ്പായില്ല. ധനമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ 3 മാസത്തിനകം പരിഹാരമുണ്ടാകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഒന്നും നടപ്പായില്ല. അതേസമയം ആശാപ്രവർത്തകരുടെ പ്രശ്നം പഠിക്കാൻ നിയോഗിച്ച സമിതി കാലാവധി അവസാനിച്ചിട്ടും റിപ്പോർട്ട് സമർപ്പിച്ചില്ല. സുനിഷ എല്ലൂരും സ്വാന്തന സാജു നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് സുനിഷ. സുനിഷ, ഈ ആശാപ്രവർത്തകരുടെ കാര്യത്തിൽ പഠിച്ചിട്ടും തീരുന്നില്ല. എന്താണ് റിപ്പോർട്ട് ആവാത്തത്? സുജയ, അത് തന്നെയാണ് ആശമാരും ചോദിക്കുന്നത്. ഓണറേറിയം അടക്കമുള്ള വിഷയങ്ങളിൽ ഇങ്ങനെ സമിതി പഠിക്കും, അതിനുശേഷമായിരിക്കും സർക്കാർ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് അന്ന് അറിയിച്ചിരുന്നത്. അതായത് ഏപ്രിൽ 3-ന് സമരസമിതിയുമായി ചർച്ച നടത്തുന്നു, അന്ന് 3-അംഗ സമിതിയെ നിയോഗിക്കുമെന്ന് അറിയിക്കുന്നു. അങ്ങനെ 38 ദിവസത്തിന് ശേഷം മെയ് 12-നാണ് ഈ സമിതി രൂപീകരിച്ചുകൊണ്ട് ഉത്തരവാകുന്നത്. അത് കഴിഞ്ഞ 3 മാസം, കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 12ഓടുകൂടി ആ 3 മാസവും തീരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ പഠനം നടത്തി റിപ്പോർട്ട് നൽകേണ്ട സമയപരിധി അവസാനിച്ചു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. 5-അംഗ സമിതിയായിരുന്നു ഉണ്ടായിരുന്നത്. വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ. ഇപ്പോൾ 2 ആഴ്ച സമയം കൂടി ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കൃത്യമായ ചില നടപടികൾ കൂടി ബാക്കിയുണ്ട്. അതിന് 2 ആഴ്ച സമയം കൂടി വേണം. അതിനുശേഷം റിപ്പോർട്ട് സമർപ്പിക്കാം എന്നുള്ളതാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആശമാർ പറയുന്നത് ഈ ഓണറേറിയം അടക്കമുള്ള വിഷയം അത് പഠിച്ചതിന് ശേഷം, ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും അതിൽ തീരുമാനമുണ്ടാവുക എന്ന് പറയുന്നു. പക്ഷേ 3 മാസം കഴിഞ്ഞിട്ടും പഠിക്കാൻ കഴിയില്ല എങ്കിൽ എങ്ങനെയാണ് വീണ്ടും സമരത്തിനിറങ്ങി പഠിപ്പിക്കേണ്ടി വരുമോ തെരഞ്ഞെടുപ്പ് കാലത്ത്? അതോ ആശമാരുടെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ മതി എന്നുള്ള തീരുമാനമാണോ? അതും അറിയേണ്ടിയിരിക്കുന്നു. താങ്ക് യു സുനിഷ. ഞാനൊന്ന് സ്വാന്തനയിലേക്ക് പോവുകയാണ്. സ്വാന്തന, അങ്കണവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കാമെന്ന് നമ്മുടെ ധനമന്ത്രി ഉറപ്പ് കൊടുത്തതാണ്. എന്നിട്ട് ആ ഉറപ്പ് എന്തായി? സുജയ, പഠിച്ചിട്ടും തീരാത്തതാണ് ആശമാരുടെ പ്രശ്നമെങ്കിൽ ഇവിടെ പഠിക്കാൻ ഒരു കമ്മിറ്റി പോലും ഇല്ല എന്നുള്ളതാണ് ഈ അംഗനവാടി ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്. ഈ വർഷം മാർച്ച് 30-ാം തീയതിയാണ് ധനമന്ത്രി തന്നെ അവർക്കൊരു ഉറപ്പ് നൽകിയത്. അവരുടെ സമരം അവസാനിപ്പിക്കുകയാണെങ്കിൽ 3 മാസം കൊണ്ട് ഒരു സമിതിയെ നിയോഗിച്ച പഠനം നടത്തി അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാമെന്നുള്ളതായിരുന്നു ധനമന്ത്രി നൽകിയ ഉറപ്പ്. ഈ ആശമാർ ആവശ്യപ്പെടുന്നതിന് സമാനമായ ആവശ്യങ്ങൾ തന്നെയായിരുന്നു അംഗനവാടി ജീവനക്കാർ മുന്നോട്ടേക്ക് വെച്ചിരുന്നത്. അവരുടെ മിനിമം വേതനം 21,000 രൂപയാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളായിരുന്നു അവരുടെയും ഈ സമരം ചെയ്തപ്പോൾ അവർ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം. 10 ദിവസം കൊണ്ട് കമ്മിറ്റിയെ രൂപീകരിച്ച ശേഷം ഇതിലൊരു തീരുമാനം, 3 മാസത്തിനകത്ത് തീരുമാനം ഉണ്ടാക്കാമെന്നായിരുന്നു. പക്ഷേ 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ മന്ത്രിയുമായി അല്ലെങ്കിൽ ഈ ഓഫീസുമായൊക്കെ ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾ ഇതിൽ ഉണ്ടായോ എന്ന് അന്വേഷിച്ചപ്പോൾ ഒരു തരത്തിലുള്ള തീരുമാനവും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് അംഗൻവാടി ജീവനക്കാർക്ക് നിലവിൽ അറിയുവാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് സുജയ നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരു കമ്മിറ്റിയെ പോലും ഇതുവരെയും രൂപീകരിച്ചതായുള്ള ഒരു അറിയിപ്പ് അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. 3 മാസവും കഴിഞ്ഞപ്പോൾ 4 മാസവും കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ 4 മാസം കഴിഞ്ഞിട്ടും ഒരു തരത്തിലുള്ള ഒരു നിലപാടും അവരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. വീണ്ടും ഒരു സമരത്തിലേക്ക് ഇത്തരം ജീവനക്കാരെ തള്ളിവിടുന്ന ഒരു നിലപാട് തന്നെയാണ് സർക്കാരിന്റെ ഈ ഒരു മെല്ലപ്പോക്ക് എന്ന് തന്നെയാണ് സുജ ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, എന്തായാലും ഇതിലൊരു നടപടി ആകുന്നത് വരെ നമുക്ക് അവർക്കൊപ്പം തന്നെ നിൽക്കാം. അവരുടെ നിത്യവൃത്തിക്ക് വേണ്ടിയാണല്ലോ ഈ ജോലിക്ക് ഇറങ്ങുന്നത്. ആ ജോലിക്ക് ഇറങ്ങുമ്പോൾ അതിനുള്ള കൂലി കിട്ടണ്ടേ? ആ കൂലി കിട്ടുക എന്നുള്ളത് അവരുടെ ന്യായമായ അവകാശമാണ്. അപ്പോൾ പഠിച്ചു തീർത്ത് പെട്ടെന്ന് ഒരു പരിഹാരമാക്കും നമ്മുടെ സർക്കാർ എന്നാണ് നമ്മൾ കരുതുന്നത്.